പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. അഖിൽ മാരാർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ കൂട്ടിക്കൊടുക്കുന്നത് ശരിയല്ല അഖിൽ മാരാറെ. അനാവശ്യമായി പല വിഷയങ്ങളിലും വലിയ പാണ്ഡിത്യമുള്ള ആണാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കുറെ വിഡ്ഢിത്തരങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നതും എനിക്ക് ഇഷ്ടപ്പെടുന്നതുമാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം ചെയ്ത ഒരുപാട് ഊളത്തരങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഊളത്തരായിട്ടൊന്നും നമ്മൾ ആരും പരിഗണിക്കേണ്ടതായിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പഹൽഗാമിൽ ഈ ഒരു ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ പാക് യുദ്ധാന്തരീക്ഷം ഉണ്ടായ സമയത്ത് ഒരിക്കലും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ല. ഇപ്പൊ ഒരുപാട് നടന്മാർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുകിടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ഇത് അഖിൽ മാരാറും പെട്ടുകിടക്കുന്നു. എന്തായാലും കൊള്ളാം. അഖിൽ മാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാനത് കാണിച്ചു തരാം. എന്നതിന് ശേഷം ഇയാൾ കിട്ടുന്ന വകുപ്പൊക്കെ നിങ്ങൾ കേട്ട ഞെട്ടിപ്പോകും. ജീവപര്യന്തം ശിക്ഷ രാജ്യദ്രോഹ കുറ്റത്തിനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കാണാം ഇതൊന്നും. പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലെ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരു ആത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് എന്തിനാണ് പറയാൻ? എന്തു വലിയ പൊട്ടനാ നോക്കിയേ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണ്. ബലൂചിസ്ഥാനിനെ കുറിച്ചിട്ട് നമ്മൾ എന്തിനു ചിന്തിക്കണം? നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലൊക്കെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ട പാകിസ്ഥാനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പകരത്തിന് പകരം ചോദിച്ചു കഴിഞ്ഞു. ഇനിയും അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ എല്ലാവരും വിശ്വസിക്കുന്നവരാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായ നടപടി തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് അടിച്ച അതേ പാതയിലല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അങ്ങ് തിരിച്ചു കൊടുത്തു. ഇനിയും കൊടുക്കാൻ നിന്ന പാകിസ്ഥാൻ ഇല്ലാതെ ആവും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവിടെ മനുഷ്യത്വം എന്നൊരു കാര്യം നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ നമ്മളുടെ ആ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് അടിച്ചാൽ അതിന്റെ ഇരട്ടി അങ്ങോട്ട് അടിക്കുമെന്ന സൂചനയും കൊടുത്തിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് അഖിൽ മാരാറെ, നിനക്ക് എന്ത് വട്ടാണോ എന്ന് ചോദിക്കാനുള്ളത്. ബലൂചിസ്ഥാനികളെ കുറിച്ചിട്ട് നമ്മൾ എന്തിനു ചിന്തിക്കണം? നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ 26ഓളം ആളുകളെ ഈ റീസെന്റ്ലി കൊന്നതാ. അതിന്റെ അപ്പുറത്തേക്ക് കാലങ്ങളായിട്ട് ഇന്ത്യക്കാരെ പാകിസ്ഥാനികൾ ഇവിടെ വന്ന് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയില്ലേ? മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ലേ? സന്ദീപ് ഉണ്ണികൃഷ്ണനെ കുറിച്ച് നിനക്ക് അറിയില്ലേ? നമ്മുടെ ജവാന വീരപുത്രനാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു വീണ നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ആ ഭരണകൂടത്തിന്റെ കൂടെ ജാതിയും മതവും വർണ്ണവും എല്ലാം വെടിഞ്ഞുകൊണ്ട് എന്തിനു പറഞ്ഞു പിണറായി വിജയന് ഇപ്പോൾ നരേന്ദ്രമോദിയോട് ഒരു താല്പര്യമില്ല. എന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന ഒരു പ്രസ്താവന എടുത്തില്ലേ? ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് സംസാരിക്കേണ്ട സമയമായിരുന്നില്ല നിങ്ങൾ സംസാരിച്ച ആ ഒരു സമയം. അതിന് കുറച്ചും കൂടി കഴിയട്ടെ എന്നുള്ള ആ ഒരു ബോധം പോലും നിന്നെ പോലെയുള്ള ആളുകൾക്ക് ഇല്ലാതെ പോയത് വലിയ വലിയ വിഡ്ഢിത്തരം തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള കേസുകൾ തന്നെയാണ് ആ മനുഷ്യനെതിരെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് മൗലികാവകാശത്തിൽ പെട്ടത് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ കോടതിയിൽ പോയിട്ട് വാദിച്ച് പുറത്ത് വരിക തന്നെ ചെയ്തു എന്ന് തന്നെ കൂട്ടുക. എന്നിരുന്നാൽ പോലും സ്വന്തം രാജ്യത്തിന്റെ കൂടെയാണ് ഈ ഒരു നിമിഷം നിൽക്കേണ്ടത്. നമുക്ക് മറ്റൊരു രാജ്യത്തിനോട് ഈ ഒരു സമയത്ത് കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. അതും പാകിസ്ഥാനിനുള്ളിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് പോലുമില്ല. കാരണം അവരിങ്ങോട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ജനതയെ അവർ കൊന്നൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാനുഷിക പരിഗണന എന്ന് പറയുന്ന സാധനം എന്താ? ഇന്ത്യയും പാക്കും യുദ്ധം നടക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യൻ ഇന്ത്യയിലും മരിക്കും അവിടെയും മരിക്കും. ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഒന്നും അറിയാത്ത നമ്മുടെ സാധാരണക്കാരെ കൊന്നപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. മെഴുകുതിരി കത്തിക്കാനല്ല, ഒന്നുമില്ല. തിരിച്ച് അങ്ങോട്ടടിച്ചപ്പോൾ എല്ലാവരും മെഴുകുതിരിയും കുന്ത്രാണ്ടങ്ങളൊക്കെ ആയിട്ട് വന്നു എന്നുള്ളതാണ് ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം
പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ജനൻ ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ, ഒരു പരിഹാസ രൂപേണ, ഇപ്പോൾ ഇന്ത്യ പിന്മാറിയത് കൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം, അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും, ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം, പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയെടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരർത്ഥത്തിൽ ഒരു സർക്കാസ്റ്റിക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല, അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത്, അതോടൊപ്പം തന്നെ ബലൂചികൾക്കും ഉണ്ടായി. ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം. നല്ലൊരു കാര്യം തന്നെയല്ലേ, രാജ്യദ്രോഹ കുറ്റം തന്നെയല്ലേ. ഇന്ത്യ ഒരു തീവ്രവാദ സംഘടനയും വളർത്തില്ല, ഒരു സംഘടനകൾക്കും ആയുധവും കൊടുക്കില്ല. അത് ആദ്യം നീ മനസ്സിലാക്കുക. നിനക്ക് ഏത് BJP നേതാവാണ്, നിനക്ക് ഏത് റിട്ടയർഡ് പട്ടാളക്കാരനാണ് ഇത്തരം ഡാറ്റകൾ തന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നത്? അവരുടെ ഡീറ്റെയിൽസ് തായോ. അവനെയും കൂടെ രാജ്യദ്രോഹ കുറ്റത്തിലൊന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും വേണ്ടല്ല. നിനക്കറിയുമല്ലോ മാത്യു തോമസ് ആളെ ഇപ്പൊ പൊക്കും, അയാളെ രാജ്യദ്രോഹ കുറ്റം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അയാൾക്ക് ആരാണോ ആ ഡാറ്റകൾ പറഞ്ഞു കൊടുത്തത് അയാൾക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു ആർമി ഉദ്യോഗസ്ഥൻ, ഒരു സിവിലിയൻ, ഒരു സാധാരണക്കാരൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളും ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞതെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അത് വലിയ തെറ്റാണ്. ബലൂചിസ്ഥാനിനെ പൊക്കിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനില്ല. ഇന്ത്യയുടെ ശത്രു അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അടിക്കാൻ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കഴിയും. പക്ഷെ പാകിസ്ഥാൻ അടിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയെ പോലെയുള്ള, അമേരിക്കയിലെ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ പവർ കൊണ്ട് തന്നെയാണ് എന്ന ബോധം അഖിൽ മാരാർ നിനക്ക് വേണം. നമുക്ക് ശത്രുതയുള്ളത് പാകിസ്ഥാനോടാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള തീവ്രവാദികളെയും മറ്റുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള നട്ടെല്ല് ഇവിടെയുള്ള ആർമിക്കാർക്കുണ്ട്. അത് നീ മനസ്സിലാക്കുക. എന്താണ് ഇദ്ദേഹത്തിന് ഇട്ട കേസ് അറിയണ്ടേ? ഒന്ന് കേൾപ്പിച്ചേരാ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം തന്നെ അഖിൽ മാരാറിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് ആളുടെ പേരിലെടുത്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നും എനിക്കറിയില്ല. എന്തായാലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയുടെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ചില വാക്കുകൾ മാത്രമേ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള വാക്കുകളിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ശരിക്ക് താഴ്ത്തിക്കെട്ടുന്ന രീതിയിലും ഇന്ത്യ ആർമിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലും തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹത്തിന്റെ വേറൊരു ക്ലിപ്പും കൂടി ഒന്ന് കേൾക്കാം. ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങൾ പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നതും കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന്. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്തിനും ഒരു തീവ്രവാദികൾക്കും ഒരു മനുഷ്യന്മാർക്കും അങ്ങനെ ആയുധങ്ങൾ കൊടുക്കില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഈ പാകിസ്ഥാൻ അടിക്കാൻ നമുക്ക് എന്തിനാണ് അവരുടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി വിടാൻ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഒന്ന് സ്വടക്കടിച്ച തീരാവുന്നതുള്ളൂ പാകിസ്ഥാൻ. എന്നിട്ട് പോലും ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും നമ്മുടെ പവർ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവർക്കൊരു അവസരം കൊടുക്കുകയാണ് അടങ്ങി ഒരു മൂലയിലിരിക്കാൻ. എന്നിട്ടും പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നു. അത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയാതിരിക്കുക. ഇനിയും ഇങ്ങോട്ട് അടിച്ചാൽ നല്ല 1.5 അടി അങ്ങ് തരും. ആ അടിക്ക് നിനക്ക് പിന്നെ വാ പോലും തുറക്കാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിനിടയിൽ നീ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ ആയുധങ്ങൾ ബലൂചിസ്ഥാനുകൾക്ക് കൊടുത്ത് പാകിസ്ഥാൻ അടിക്കാൻ വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളത്. അത് വലിയ തെറ്റാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പറയരുത് എൻ്റെ പൊന്നു മോനെ. ഇനി പറയാൻ നിനക്ക് അവസരം ഉണ്ടാവും അങ്ങ് ജയിലിൽ കിടന്നിട്ട് അവിടെ കിടന്ന് കൊണക്കി. ഈ ഒരു സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൂടെ എന്നും ജനിച്ച മണ്ണിനോട് കൂടെ നിൽക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നുമില്ല.
പെറ്റമ്മയെ പോലെ പെറ്റ നാടിനെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും അത് അറിയാം. അപ്പോൾ പുതിയ വാർത്താവിശേഷങ്ങളുമായി വീണ്ടും വരും. അതിലേക്ക് സന്ദീപ് പാൾ സൈനിങ് ഓഫ്.